ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വ്ലോഗ് ഒരു വട്ട ഡേ ആണ്. പിന്നെ ഈ വ്ലോഗിനകത്ത് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫുഡ് ഐറ്റംസിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്നും രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ അത് ചായ കുടിക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റിയിട്ട് ഞാനിപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീരകവും ഉലുവായും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചെറു ചൂടോടെ കുടിക്കും. ജീരകവും അതുപോലെ തന്നെ ഉലുവായും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ ഉലുവായിട്ട വെള്ളമോ ചൂടാക്കി തിളപ്പിച്ചാറ്റി വയ്ക്കും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അപ്പം ഒത്തിരി വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളവും കുടിക്കണം. അപ്പോൾ ഞാനിപ്പം വെള്ളം കുടിക്കുമ്പം ഇപ്പം അല്ല, കുറച്ചായിട്ട് വെള്ളം കുടിക്കുമ്പം ഈ ജീരകത്തിൻ്റെയോ അല്ലെങ്കിൽ ഉലുവായുടെയോ വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് കുടിക്കുന്നത്. ഒത്തിരി അധികം ഇടണം എന്നൊന്നുമില്ല, കുറച്ച് ഇടണം. അല്ലെങ്കിൽ നമുക്കൊരു കുടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒത്തിരി ജീരകം നന്നായിട്ടിട്ട് നല്ല കളറാക്കി അങ്ങനെ തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്കത്ര നല്ലതല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ട് അങ്ങ് അത് ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അത് ഒരു ദിവസം ഇപ്പം ജീരകത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉലുവ അങ്ങനെ മാറ്റി കുടിക്കുമ്പോൾ നമുക്ക് അത്ര ബോറടിക്കത്തുമില്ല. എവിടെ പണിയെടുക്കുന്നത്? ഞാൻ അത്യാവശ്യം ഇപ്പം ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര താമസിച്ചാണ് കഴിക്കുന്നത്. ഒരു 9:30 10 ആകുമ്പോഴായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ചിലപ്പം 10 കഴിയും കേട്ടോ. അതിപ്പോൾ എഴുന്നേൽക്കുന്ന സമയം അനുസരിച്ചിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. അപ്പം ഒരു 9:30 10:30 വരെയൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം പോകും കേട്ടോ. ഇന്ന് പൂരിയാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. അതെനിക്ക് മസ്റ്റാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാകുമ്പം തന്നെ നമുക്ക് ഇത്തിരി വിശപ്പ് കൂടുതലായിരിക്കും. കാരണം കുട്ടി പാൽ കുടിക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടാവും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത്യാവശ്യം കാര്യമായിട്ട് കഴിക്കും, നന്നായിട്ട് കഴിക്കും. ദോശയൊക്കെയാണെങ്കിൽ 3-4 കഴിക്കും. ഒരു 11-11:30 ആകുമ്പം മുന്നേ ഞാൻ ഒരു പഴം അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം അത് എപ്പോഴും കഴിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കും. കാരണം ലേറ്റായിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ ഞാനത് കഴിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി കഴിക്കില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴോ എങ്കിലായിട്ടിങ്ങനെ മാറി കഴിക്കും. നട്ട്സ് അല്ലെങ്കിൽ എഗ്ഗ്, പഴം അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും. ഇപ്പം മുട്ട പുഴുങ്ങി തന്നെ കഴിച്ചില്ലെങ്കിൽ ഞാൻ പൊരിച്ചിട്ടൊക്കെ ആയിട്ടും കഴിക്കും. പിന്നെ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം നമ്മൾ മാക്സിമം നന്നായിട്ട് കുടിക്കുക. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുടിക്കാൻ ഇച്ചിരി മടിയായിരിക്കും, നമുക്ക് അങ്ങനെ കുടിക്കാൻ തോന്നത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്തിരി ബദാമാണ്. ഞാൻ എന്നും ബദാം ഇത്തിരി കഴിക്കും. രാവിലെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് രാത്രി ഞാൻ ബദാം കഴിച്ചിട്ട് കിടക്കുക. കുറച്ച് ബദാം എടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ട് അത് രാത്രിയിൽ കഴിക്കും. ലഞ്ച് ഞാനിപ്പം 12:30 അല്ലെങ്കിൽ 1 മണിക്കുള്ളിൽ ഞാൻ ലഞ്ച് എന്തായാലും കഴിക്കും. ഒത്തിരി വിശപ്പാകുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ ലഞ്ച് കഴിക്കുന്നത്. ഇപ്പം ഞാനിത്തിരി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. അത് ചോറിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ
അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. ഒരു നേരം മാത്രമേ ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നുള്ളൂ. രാത്രി ഞാൻ ചോറ് കഴിക്കില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറ് കഴിക്കാറുള്ളൂ. അപ്പം ചോറിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഒറ്റയടിക്കെല്ലാം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചായിട്ടിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. അപ്പം ചോറും എന്താ ഉള്ളത് അതനുസരിച്ച് നമ്മൾ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പം തൈരോ അല്ലെങ്കിൽ കക്കിരിക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഒരു 4 മണി 5 മണിക്കിടയ്ക്കാണ് കേട്ടോ ഞങ്ങളുടെ ചായ കുടി. ഞാൻ ചായ മധുരം ഇടാതെയാണ് കുടിക്കാറ്. ഈ ശീലം തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലമായിട്ടോ. ബേക്കറി ഐറ്റംസൊക്കെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൊതുവേ ഷുഗർ ലോ ആയിട്ടാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പം ഒത്തിരി അങ്ങ് മധുരം ഒഴിവാക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മധുരം എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. ഷുഗർ, അതായത് പഞ്ചസാര ചായയിലിടുന്ന ഞാൻ നന്നായിട്ട് ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്ക് കോഫി കുടിക്കുമ്പം പഞ്ചസാര ഉപയോഗിക്കും. അല്ലാണ്ട് ഞാൻ അങ്ങനെ പഞ്ചസാര ചായയിലിട്ട് ഉപയോഗിക്കാറില്ല. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും മധുരം നിർബന്ധമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ആ സമയത്ത് ഞാൻ ജിലേബി, ലഡു അങ്ങനെ വാങ്ങി വെച്ചിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങാനും ഷുഗറെങ്ങാനും പിടിക്കുമെന്ന്. പക്ഷേ എനിക്ക് അപ്പോഴും ഷുഗർ ഭയങ്കര ലോ ആയിരുന്നേ. അതുകൊണ്ട് കഴിക്കുന്നതിന് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ചായക്ക് ഇതുപോലെ എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക. രാത്രി ഞാൻ ഫുഡ് ഒരു 7:30 ആകുമ്പോൾ കഴിക്കും. ചോറ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശയാണ് ഞാൻ കഴിക്കുന്നത്. സമയം കിട്ടുവാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ. ഇപ്പം മിക്കപ്പോഴും ഗോതമ്പ് ദോശയാണ്. പിന്നെ എന്നെ ബ്രസ്റ്റ് മിൽക്ക് കൂടെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു ഐറ്റത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ കൊണ്ടൊരു കഞ്ഞി പോലെ ഉണ്ടാക്കും. മമ്മി എനിക്കത് ഉണ്ടാക്കി തരുമായിരുന്നു. അത് കഴിച്ചാൽ ഭയങ്കര ഹെൽപ്പാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് നല്ല കുറവായിരുന്നു. കാരണം സെക്ഷനും ആയിരുന്നു. പൊതുവേ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിലാണെങ്കിലും എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു. അപ്പോഴും ഞാനിത് ചെയ്യുമായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 4-ാം ദിവസം തൊട്ട് ഞാനിത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ചെറുപയറും ഉലുവ, ജീരകം, വെളുത്തുള്ളി, തേങ്ങ ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് ഒരു കഞ്ഞി പോലെയാക്കി കുടിക്കും. ദിവസം 1. അത് മധുരത്തിന് വേണ്ടി അയച്ച് ശർക്കരയും കൂടെ ഇടുമായിരുന്നു. ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞാനതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാവേ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഗ്ലാസ് പാലും പിന്നെ ബദാമും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. ബദാം രാവിലെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും അതങ്ങ് വീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതും കഴിക്കും. പിന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കും. പാലിൽ ഞാൻ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുടിക്കുന്നത്. എപ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല, ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പാൽ കുടിക്കുന്നത്. രാത്രിയിൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും അത്ര വിശപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കുമല്ലോ. പിന്നെ ഒരു 10 മണി 10:30 കിടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാനിത് കഴിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ട് ഏതായാലും രാത്രി ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് രാത്രിയിൽ വിശപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണ പരിപാടികൾ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക. ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.